മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ഓർ മെഷേഴ്സ് ഓഫ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ്. നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം സിമെട്രിക് ആണ് എന്ന് മനസ്സിലാക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി a frequency distribution is said to be symmetric if the frequencies are distributed symmetrically or evenly on either side of an average. അതായത് ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് അത് സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആ ഗ്രാഫിൻ്റെ സെൻട്രൽ പോർഷനിലും അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ഗ്രാഫിൻ്റെ പോർഷൻസ് ഈക്വൽ പാർട്ട് ആവുമായിരിക്കും വേണം. ഓക്കെ, in a symmetrical frequency distribution the number of items above the mean and below the mean would be the same and items are symmetrically arranged about the mean. ഒരു സിമെട്രിക്കൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നേരത്തെ പറഞ്ഞു അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് മീൻ ആയിരിക്കും. ആ മീനിൻ്റെ മുകളിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസും അതിൻ്റെ താഴെയുള്ള നമ്പർ ഓഫ് ഐറ്റംസും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ സിമെട്രിക്കലി അറേഞ്ച്ഡ് എബൌട്ട് ദ മീൻ എന്ന് നമുക്ക് പറയാം. ഇനി ആ തന്നിട്ടുള്ള ഗ്രാഫിനെ നമ്മൾ 3 ഈക്വൽ പോർഷൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഫോർ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ Q3 ആൻഡ് Q1 ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. അതിൽ ആദ്യത്തേനെ നമ്മൾ Q1 എന്നും രണ്ടാമത്തെ പാർട്ടിനെ Q2 എന്നും മൂന്നാമത്തെ പാർട്ടിനെ Q3 എന്നും പറയുകയാണെങ്കിൽ ആ പോർഷൻസ് മീഡിയനിൽ നിന്നും Q1 അതായത് ആദ്യത്തെ പോർഷനും Q3 അതായത് തേർഡ് പോർഷൻ ഈക്യു ഡിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് മീഡിയനിൽ നിന്നും സെയിം അകലത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പം ആ ഗ്രാഫിൻ്റെ സിമെട്രിയെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ സിമെട്രി എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ ഒരു ഗ്രാഫ് സിമെട്രിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു സെൻട്രൽ ആവറേജ് ആയിരിക്കണം, പിന്നെ അതിൻ്റെ 2 സൈഡിലേക്കും ഈക്വൽ പോർഷൻ ആയിരിക്കണം ഗ്രാഫിൻ്റെ. സോ അത്തരത്തിലല്ലാതെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെ നമുക്ക് വേണമെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതല്ലെങ്കിൽ അസിമെട്രിക് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ക്യൂഡ്. ദർ വിൽ ബി മോർ ഐറ്റംസ് ഓൺ വൺ സൈഡ് ഓഫ് ദ മോഡ് ദാൻ ദി അതർ സൈഡ്. സോ ആ പേര് തന്നെ ഉണ്ട്. അതായത് ആ ഗ്രാഫിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് കൂടുതൽ പോർഷൻസും ദെൻ ഒരു സൈഡിലേക്ക് വളരെ കുറച്ച് പോർഷൻസും ആയിരിക്കും. ഫോർ എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മീൻ മീഡിയൻ മോഡ് ആർ നോട്ട് ഈക്വൽ. സോ ഈ ആവറേജുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് മീഡിയൻ മോഡ്, അതുപോലെ മീൻ. സോ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആവില്ല. ഫോർ എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ Q1 ആൻഡ് Q3 വിൽ നോട്ട് ബി ഈക്യു ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. നേരത്തെ പറഞ്ഞ പോലെ മീഡിയനിൽ നിന്നും ഈ പറഞ്ഞ ഫസ്റ്റ് പോർഷൻ അതായത് Q1 തേർഡ് പോർഷൻ Q3 അതിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ ഓൺ വൺ സൈഡ് ആൻഡ് ഷോർട്ട് ടെയിൽ ഓൺ ദി അതർ സൈഡ്. ആ പോർഷൻസിനെയാണ് ഇവിടെ പറയുന്നത്. സെൻട്രലിൽ നിന്നും ഒരു സൈഡിലേക്ക് ഗ്രാഫിൻ്റെ കുറച്ച് പോർഷൻസ് കൂടുതലും ഒരു സൈഡിലേക്ക് തീരെ കുറവുമായിരിക്കും. സോ അത്തരത്തിലുള്ള
ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ സ്ക്യൂഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് സ്ക്യൂനെസ് ആൻഡ് നെഗറ്റീവ് സ്ക്യൂനെസ്. സോ രണ്ട് തരത്തിലുള്ള സ്ക്യൂനെസ് ആണുള്ളത്, അല്ലെങ്കിൽ അസിമെട്രി. പോസിറ്റീവ് സ്ക്യൂനെസ്സും നെഗറ്റീവ് സ്ക്യൂനെസ്സും. സ്ക്യൂനെസ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ് വെൻ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഇൻ ദിസ് കേസ് ദ കർവ് ഈസ് സ്ക്യൂഡ് ടു ദി റൈറ്റ്. സോ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഗ്രാഫിൻ്റെ മെയിൻ പോർഷനാണ് നടുക്ക് കാണിച്ചിരിക്കുന്നത്. സോ അതിൽ നിന്നും റൈറ്റിലേക്ക് കുറച്ച് കൂടുതൽ പോർഷൻ ഉണ്ടായിരിക്കും ഗ്രാഫിന്. സോ അതുപോലെ ലെഫ്റ്റിലേക്ക് മീനിൽ നിന്നും കുറവ് പോർഷൻസ് ആണ് ഉണ്ടാവുക. സോ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. ഓക്കെ, മോർ ദാൻ ഹാഫ് ദ ഏരിയ ഫോൾസ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഹയസ്റ്റ് ഓർഡിനേറ്റ് എന്നാണ് നമ്മൾ പറയും. അതായത് ആ പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ പകുതിയിലധികം പോർഷൻ റൈറ്റ് സൈഡിലേക്ക് സ്ക്യൂഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. Skewness is said to be negative when mean less than median less than mode. In this case, the curve is skewed to the left. More than half the area falls at the left of the highest ordinate. Okay. So, skewness negative ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ ഹയസ്റ്റ് ഓർഡിനേറ്റ്, ഹയസ്റ്റ് പോർഷൻ നിന്നും ലെഫ്റ്റിലേക്ക് പകുതി ഭാഗത്തിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റൈറ്റിലേക്കാണ് കൂടുതൽ പോർഷൻ ഉണ്ടാവുക. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഓർഡിനേറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് കൂടുതൽ പോർഷൻ ഉണ്ടാവുക, അതായത് പകുതിയിലധികം പോർഷൻ ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസിനാണ് നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. ഈ കേസിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് സ്ക്യൂനെസ്സിൽ പറയുന്നത്. ഇനി വാരിയസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഒന്നാമത്തെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് ഈ മെഷർ കൊണ്ടുവന്നത്. നമ്മൾ ജെ എന്ന് വിളിക്കും. ഇക്വേഷൻ മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി മോഡ് അറിയില്ല, നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, മേലെ തന്നിട്ടുള്ള ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. നോക്കിയാൽ നമുക്കറിയാം റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഏകദേശം സെയിം പാർട്ടായിരിക്കും അതിൻ്റെ ഹയസ്റ്റ് ഓർഡിനേറ്റിൽ നിന്നും. ഓക്കെ, രണ്ടാമത്തത് ബോളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ബോളി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് ഇത് കൊണ്ടുവന്നത്. Bowley's coefficient of skewness J equal to Q3 plus Q1 minus 2m by Q3 minus Q1. ഓക്കെ, Q3 and Q1 വാല്യൂസ് കാണാനായിട്ട് നമ്മൾ പഠിച്ചതാണ്. ദെൻ മൈനസ് 2m, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീഡിയൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെഷേഴ്സ് ഓഫ് കർട്ടോസിസ്. സ്ക്യൂനെസ് പറഞ്ഞു, കർട്ടോസിസ് എന്താണ് എന്നുള്ളത് നോക്കാം. Indicates whether a distribution is flat topped or peaked. അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അത് എത്രത്തോളം അല്ലെങ്കിൽ അതിന് എത്രത്തോളം പീക്ക്നെസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. The measure of kurtosis is
ദെർഫോർ എ മെഷർ ഓഫ് പീക്ക്നെസ്. അതായത് ആ ഗ്രാഫ് എത്രത്തോളം പീക്കാണ് അല്ലെങ്കിൽ എത്രത്തോളം പീക്ക്ഡ് ആണ് എന്ന് മെഷർ ചെയ്യുന്നതാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. when a frequency curve is more peaked than normal curve, it is called leptokurtic. നമ്മൾ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. സോ അതിൽ എന്താണ് സിമെട്രി എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം കർട്ടോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഗ്രാഫ് പീക്ക്ഡ് ആണ് എന്നുള്ളതാണ്. സോ ഒരു സാധാരണ കർവിനേക്കാളും കൂടുതൽ പീക്ക്ഡ്നെസ് ആ ഫ്രീക്വൻസി കർവിനുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. when it is more flat topped than normal curve, it is called platykurtic. ഇനി സാധാരണ നോർമൽ കർവിനേക്കാളും ഇത്തിരി ഫ്ലാറ്റ് ആണ് ഗ്രാഫ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലാറ്റികർട്ടിക് എന്ന് പറയും. when a curve is neither peaked nor flat topped, അതിനെ നമ്മൾ മെസോകർട്ടിക് എന്ന് പറയും. അതായത് അത്രത്തോളം പീക്ക്നെസ് ഇല്ല എന്നാൽ വളരെ ഫ്ലാറ്റുമല്ല. അത്തരത്തിലുള്ള ഈ രണ്ട് കാറ്റഗറിയിലും ഇടയിൽ വരുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ മെസോകർട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇനി ഇത് നമ്മളിങ്ങനെ ഗ്രാഫിക്കലി ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലെപ്റ്റോകർട്ടിക് അതായത് വളരെയധികം പീക്കാണ് അല്ലെങ്കിൽ പീക്ക്നെസ് ഉണ്ട് ആ ഗ്രാഫിന്. ഇനി പ്ലാറ്റികർട്ടിക് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ ഫ്ലാറ്ററാണ്. മെസോകർട്ടിക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലെപ്റ്റോകർട്ടിക്കിനും പ്ലാറ്റികർട്ടിക്കിനും ഇടയിൽ വരുന്ന ഒരു വിഭാഗം ഗ്രാഫാണ്. അതായത് അത്രത്തോളം പീക്ക്നെസ് ഇല്ല എന്നാലും കുറച്ച് പീക്ക്നെസ് ഉണ്ട് എന്നാൽ വളരെയധികം ഫ്ലാറ്റുമല്ല.